ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 2 പാർട്ടിൽ നമ്മൾ ജയിലാണ് പോയത്. ഇന്നത്തെ മൂന്നാമത്തെ പാർട്ടിൽ ജയിൽ തുടരും. ജയിലിൻ്റെ അടുത്ത ജയിൽ വീണ്ടും വരും. ജയിൽ തീർന്നിട്ടില്ല. ഇനി അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ സീരീസിൽ നമ്മൾ പോകുന്നത് മനുഷ്യാവകാശം എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതുകൂടാതെ മനുഷ്യാവകാശത്തിൽ നിന്ന് വന്ന 23 PSC ചോദ്യങ്ങളും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അന്നേരം നിങ്ങൾ ഈ ടോപ്പിക്കും കണ്ട് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റിനും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ടോപ്പിക്ക് ഏതാണ്ട് നിങ്ങളുടെ കൈകളിലാവും. അന്നേരം നമുക്കെല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്നത് പോലെ ഇത് നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. ഈ സ്പെഷ്യൽ ടോപ്പിക്ക് കഴിഞ്ഞാൽ അടുത്ത പരീക്ഷ വരുമ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യും. അന്നേരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മനുഷ്യാവകാശം എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിൽ തന്നിരിക്കുന്ന ടോപ്പിക്കാണ്. മനുഷ്യാവകാശം സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അംഗീകാരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് മനുഷ്യാവകാശം. സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അംഗീകാരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണ് മനുഷ്യാവകാശം എന്ന് പറയുന്നത്. ജാതി, മത, വർഗ, വർണ്ണ പരിഗണനകൾക്കതീതമായി ഓരോ പൗരനും ഭരണകൂടം ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. ജാതി, മത, വർഗ, വർണ്ണത്തിനതീതമായി എല്ലാ രാജ്യങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണ്, എല്ലാ ഭരണകൂടങ്ങളും ഉറപ്പുവരുത്തേണ്ടതാണ് മനുഷ്യാവകാശങ്ങൾ. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ നേട്ടങ്ങളും മൂല്യങ്ങളും അനുവദിക്കുന്നതിന് അതിലെ പൗരന്മാർക്ക് സ്റ്റേറ്റ് നൽകുന്ന അവസരമാണ് മനുഷ്യാവകാശം എന്ന് അഭിപ്രായപ്പെട്ടത് വ്ളാഡിമിർ കുഡ്രിഗറ്റ്സ് എന്ന റഷ്യക്കാരനാണ്. അതായത് ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ നേട്ടങ്ങളും മൂല്യങ്ങളും അനുവദിക്കുന്നതിന് അതിലെ പൗരന്മാർക്ക് സ്റ്റേറ്റ് നൽകുന്ന അവസരമാണ് മനുഷ്യാവകാശം എന്ന് അഭിപ്രായപ്പെട്ടത് വ്ളാഡിമിർ കുഡ്രിഗറ്റ്സ് എന്ന റഷ്യക്കാരനായ ചിന്തകനാണ്. അന്നേരം നമ്മൾ വീണ്ടും അടുത്തയിലേക്ക് പോകുന്നു. ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കമെന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കമെന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. നമ്മൾ പലപ്പോഴും PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഭരണഘടനയിലെ പാർട്ട് 3 മൗലികാവകാശങ്ങളാണ്. അതായത് ലോകത്തിലെ ആധുനിക മനുഷ്യാവകാശത്തിൻ്റെ തുടക്കം എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. അതിൻ്റെ മുഴുവൻ പേര് മാഗ്ന കാർട്ട ലിബർറ്റേറ്റം എന്നാണ്. മാഗ്ന കാർട്ട ലിബർറ്റേറ്റം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ഉടമ്പടി എന്നാണ് അറിയപ്പെടുന്നത്. 1215 ജൂൺ 15 ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് ഒപ്പുവെച്ച രേഖയാണ് മാഗ്ന കാർട്ട. ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് 1215 ജൂൺ 15 ഒപ്പുവെച്ചതാണ് ഈ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ലാറ്റിൻ ഭാഷയിലാണ് ഈ ഉടമ്പടി രചിക്കപ്പെട്ടത്. അന്നേരം മാഗ്ന കാർട്ട രചിക്കപ്പെട്ടത് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിലാണ്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഇതിൻ്റെ പരിഭാഷയെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റ് ചാർട്ടർ. ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഇതിൻ്റെ പരിഭാഷയെ വിളിക്കുന്ന പേരെന്താണ്? ഗ്രേറ്റ് ചാർട്ടർ എന്നാണ്. UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി, ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ ഏതെന്ന് ചോദിച്ചാൽ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. UN ചാർട്ടറിനെ അടിസ്ഥാനപ്പെടുത്തി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ ഏതെന്ന് ചോദിച്ചാൽ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രികയാണ്. അത് അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസറുടെ PSC ചോദ്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയാണ്. 500-ലധികം ഭാഷകളിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രികയാണ്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നതെന്ന് 1948 ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് 1948 ഡിസംബർ 10. അതുകൊണ്ട് സാർവദേശീയ മനുഷ്യാവകാശ ദിനമാണ്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പരം സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്.
എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരാണ്, പരസ്പരം സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. ഇതേതിലെ വരികളാണെന്ന് ചോദിച്ചാൽ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വരികളാണ് ഇത്. എന്നാൽ എല്ലാവരും സ്വതന്ത്രരായി ജനിക്കുന്നു, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ ചങ്ങലകളാൽ ബന്ധിതനാണെന്ന് പറഞ്ഞത് റൂസോയാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ ചങ്ങലകളാൽ ബന്ധിതനാണെന്ന് പറഞ്ഞ റൂസോയാണ്. അതായത് സോഷ്യൽ കോൺട്രാക്റ്റ് എഴുതിയ റൂസോ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ, സോഷ്യൽ കോൺട്രാക്റ്റ് എഴുതിയ റൂസോ. അങ്ങനെ നമുക്ക് സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. മനുഷ്യാവകാശ ദിനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് റെനെ കാസിനാണ്. മനുഷ്യാവകാശ ദിനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് റെനെ കാസിനാണ്. മനുഷ്യാവകാശ ദിനത്തിൻ്റെ പിതാവ് റെനെ കാസിനാണ്. റെനെ കാസിന് 1968 സമാധാന നോബൽ സമ്മാനം ലഭിച്ചു. റെനെ കാസിന് 1968 സമാധാന നോബൽ ലഭിച്ചു. മാർച്ച് 21 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ലോകം മുഴുവൻ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. മാർച്ച് 21, ഇനി ഇങ്ങനൊരു ചോദ്യം വരികയാണ്, മാർച്ച് 21 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. UN മനുഷ്യാവകാശ കൗൺസിൽ സ്ഥാപിതമായത് 2006. UN മനുഷ്യാവകാശ കൗൺസിൽ സ്ഥാപിതമായത് 2006. മനുഷ്യാവകാശങ്ങൾക്കായിട്ടുള്ള ഹൈ കമ്മീഷണർ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡിലാണ്. മനുഷ്യാവകാശങ്ങൾക്കായുള്ള UN ഹൈ കമ്മീഷണർ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡാണ്. ഓക്കെ. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 1950. നമുക്കറിയാം 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അന്ന് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് പാരീസിലാണ് 48 ഡിസംബർ 10. എന്നാൽ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 1950 മുതലാണ്. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം, കറണ്ട് അഫെയർ ചോദിക്കാം. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി. 2024 ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി. 2025 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം മനുഷ്യാവകാശം നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക്. 2025 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം മനുഷ്യാവകാശം നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക്. 2025 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം മനുഷ്യാവകാശം നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക്. 2024 മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി എന്നതാണ്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി എന്നതാണ്. ഓക്കെ. ഇനി മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടികളിലേക്കാണ് നമ്മൾ പോകുന്നത്. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടികൾ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ്. ഒന്ന്, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം പാരീസിൽ വെച്ച് 48 ഡിസംബർ 10. 2, ഫസ്റ്റ് UN കോൺഗ്രസ് ഓൺ ദ പ്രിവെൻഷൻ ഓഫ് ക്രൈം ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഒഫൻഡേഴ്സ്. അതായത് തടവുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള നിയമമാണ് 1955 ഫസ്റ്റ് കോൺഗ്രസ് ഓൺ ദ പ്രിവെൻഷൻ ഓഫ് ക്രൈം ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഒഫൻഡേഴ്സ്. 1955 നിയമമാണ്. ഈ 55 നിയമമാണ് തടവുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടുള്ള അന്താരാഷ്ട്ര ഉടമ്പടി അല്ലെങ്കിൽ അന്താരാഷ്ട്ര നിയമം എന്ന് പറയുന്നത്. 2015 ഈ നിയമങ്ങൾ വിപുലീകരിക്കുകയും നെൽസൺ മണ്ടേല നിയമങ്ങൾ എന്നത് അറിയപ്പെടുകയും ചെയ്തു. അതായത് തടവുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി 1955 കൊണ്ടുവന്ന ആ നിയമം 2015 അതൊന്ന് വിപുലീകരിച്ചു, ഭേദഗതി ചെയ്ത് നെൽസൺ മണ്ടേലയുടെ പേരിലാക്കി. അതുകൊണ്ട് 55 നിയമത്തെ അറിയപ്പെടുന്ന പേര് നെൽസൺ മണ്ടേല നിയമങ്ങൾ എന്നാണ്. നെൽസൺ മണ്ടേല നിയമങ്ങൾ എന്നാണ് 55 നിയമങ്ങളെ അറിയപ്പെടുന്നത്.
അടുത്ത ജയിൽ ഭരണത്തിനും തടവുകാരോടുള്ള പെരുമാറ്റത്തിനുമുള്ള സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട നിയമങ്ങളാണ് 55 നിയമങ്ങൾ. ജയിൽ ഭരണത്തിനും തടവുകാരോടുള്ള പെരുമാറ്റത്തിനുമായി സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട നിയമങ്ങളാണ് നെൽസൺ മണ്ടേല നിയമങ്ങൾ എന്നറിയപ്പെടുന്നത്. സാമ്പത്തിക സാമൂഹിക അവകാശങ്ങൾക്കായി അന്താരാഷ്ട്ര ഉടമ്പടി നിലവിൽ വന്ന വർഷം 1976 സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അവകാശങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ഉടമ്പടി നിലവിൽ വന്നത് 1976 അന്താരാഷ്ട്ര പൗര രാഷ്ട്രീയ അവകാശ ഉടമ്പടി നിലവിൽ വന്നത് 1976 അന്താരാഷ്ട്ര പൗര രാഷ്ട്രീയ അവകാശ ഉടമ്പടി നിലവിൽ വന്നത് 1976 വംശഹത്യ കുറ്റകൃത്യം തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള കൺവെൻഷൻ നടന്നത് 1948 വംശഹത്യ തടയാനുള്ള കൺവെൻഷൻ നടന്നത് 1948 എല്ലാത്തരം വംശീയ വിമർശനങ്ങളും ഇല്ലാതാക്കാനുള്ള അന്താരാഷ്ട്ര കൺവെൻഷൻ നടന്നത് 1965 എല്ലാത്തരം വംശീയ വിവേചനങ്ങളും ഇല്ലാതാക്കാനുള്ള കൺവെൻഷൻ നടന്നത് 1965 എല്ലാ രാജ്യങ്ങളും മനുഷ്യാവകാശ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ കാരണമായത് പാരീസ് തത്വങ്ങളാണ്. അങ്ങനെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും എല്ലാ രാജ്യത്തും മനുഷ്യാവകാശ കമ്മീഷനും കോടതികളും വരാൻ കാരണമായത്. എല്ലാ രാജ്യങ്ങളും മനുഷ്യാവകാശ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ കാരണമായത് പാരീസ് തത്വങ്ങളാണ്. എല്ലാ സ്ഥാപനങ്ങളും മനുഷ്യാവകാശ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ കാരണമായത് പാരീസ് തത്വങ്ങളാണ്. 1991 ഫ്രാൻസിലെ പാരീസിലെ മനുഷ്യാവകാശങ്ങളുടെ പ്രോത്സാഹനത്തിനും സംരക്ഷണത്തിനുമുള്ള ദേശീയ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ആദ്യ അന്താരാഷ്ട്ര വർക്ക്ഷോപ്പ് നടന്നു. പാരീസിൽ വെച്ച് 1991 മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ അന്താരാഷ്ട്ര വർക്ക്ഷോപ്പ് നടന്നു. അതിനകത്ത് പാരീസ് തത്വങ്ങൾ വന്നു. ആ പാരീസ് തത്വങ്ങൾക്കനുസരിച്ചാണ് എല്ലാ രാജ്യങ്ങളും മനുഷ്യാവകാശ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തു. അങ്ങനെയാണ് ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കോടതികളും ഒക്കെ എല്ലാ രാജ്യങ്ങളിലും നിലവിൽ വന്നതിന് കാര്യം 91 പാരീസ് തത്വങ്ങളാണ്. പാരീസിൽ ഒരു കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷനിലെ തീരുമാനമാണ്. ഇനി നമുക്ക് വീണ്ടും ഈ ക്ലാസ് ശകലം സ്പീഡിൽ പോകും. എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് 20 മിനിറ്റ് കൊണ്ട് മാർക്ക് നേടാൻ പറ്റണം, അല്ലെങ്കിൽ 20-25 മിനിറ്റ് കൊണ്ട് നേടാൻ പറ്റണം എന്നുള്ളത് വെച്ചിട്ടാണ് ഈ ക്ലാസ് ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഇന്ത്യയിലേക്ക് വന്നു. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്തത് 2006 2019. അന്നേരം മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിലെ ഭേദഗതി ചെയ്ത വർഷങ്ങൾ 2006 2019. ഈ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം 8 ഈ നിയമത്തിലെ വകുപ്പുകളുടെ എണ്ണം 45. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രാബല്യത്തിലായതും 1993 സെപ്റ്റംബർ 28. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതും 1993 സെപ്റ്റംബർ 28. എന്നാൽ ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1994 ജനുവരി 8. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 1994 ജനുവരി 10. ഇനി നോക്കിയേ, അതിൻ്റെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ. അധ്യായം 1 പ്രാരംഭമാണ്. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. അധ്യായം 2 പ്രധാനപ്പെട്ട അധ്യായങ്ങൾ പഠിച്ചാൽ മതി. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും, അധ്യായം 3 കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളും. അധ്യായം 3 കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളും. പിന്നീട് അധ്യായം 5 വേണം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യായം 5. അധ്യായം 6 മനുഷ്യാവകാശ കോടതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അന്നേരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ പ്രധാന അധ്യായങ്ങൾ: അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, അധ്യായം 3 കമ്മീഷൻ്റെ ചുമതലകളും അധികാരങ്ങളും, അധ്യായം 5 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, അധ്യായം 6 മനുഷ്യാവകാശ കോടതികൾ. ഇനി
മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമം 2019. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇതുവരെ 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്, 2006-ലും 2019-ലും. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇതുവരെ 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്, 2006-ലും 2019-ലും. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ബില്ല് 2019 അവതരിപ്പിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ജൂലൈ 19-നും രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 22-നും ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27-നും മനുഷ്യാവകാശ സംരക്ഷണ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 12-നുമാണ്. 2019 ഓഗസ്റ്റ് 12-നുമാണ്. ഈ ഭേദഗതിയിലൂടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജിയോ ആയ ഒരാൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാം എന്ന് വ്യവസ്ഥ ചെയ്തു. 1993 നിയമം അനുസരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് വിരമിച്ച ആൾക്ക് മാത്രമേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാൻ കഴിയുകയുള്ളായിരുന്നു. എന്നാൽ 2019 ഭേദഗതിയിലൂടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയ വ്യക്തികൾക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാം എന്ന് വ്യവസ്ഥ ചെയ്തു. ഈ ഭേദഗതിയിലൂടെ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയ ഒരാൾക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാമെന്ന് വ്യവസ്ഥ ചെയ്തു. 93 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാവണമെങ്കിൽ സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് വിരമിച്ച ആൾക്ക് മാത്രമേ കഴിയുകയുള്ളായിരുന്നു. എന്നാൽ 2019 ഭേദഗതിയിലൂടെ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയ ഒരാൾക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാകാമെന്ന് വ്യവസ്ഥ ചെയ്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളിൽ 3 പേർ മനുഷ്യാവകാശങ്ങളെപ്പറ്റി പ്രായോഗിക അറിവുള്ളവരായിരിക്കണം എന്നൊരു വ്യവസ്ഥ വന്നു. അതിലൊരാൾ വനിതയായിരിക്കണമെന്നും വ്യവസ്ഥ വന്നു. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയും ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്ന് ഭേദഗതി ചെയ്തു. അതാണ് ഏറ്റവും വലിയ ഭേദഗതി. 2019 ഇതിനകത്ത് ഭേദഗതി വന്നപ്പം 93 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെ അംഗങ്ങളുടെയും കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ. പക്ഷേ 2019 ഭേദഗതിയിലൂടെ അത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ. അത് മാത്രമല്ല, അവർക്ക് പുനർനിയമനത്തിന് അർഹതയുണ്ടായിരിക്കും. ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ പുനർനിയമനത്തിന് യോഗ്യരാണ്. എന്നാൽ 70 വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് ഇത് ബാധകമല്ല. മാക്സിമം 70 വയസ്സ് വരെ പറ്റത്തുള്ളൂ. ഡൽഹിയുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അധികാരമുള്ളത്. ഡൽഹിയുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ ധ്വംസനത്തെപ്പറ്റി അന്വേഷിക്കാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അധികാരമുള്ളത്. കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകാമെന്ന് ഈ വ്യവസ്ഥ ഭേദഗതി ചെയ്യുന്നു. അതായത് 2019 ഇതനുസരിച്ച് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തുന്നു. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ഭിന്നശേഷി വ്യക്തികൾക്കായുള്ള ചീഫ് കമ്മീഷണർ എന്നിവരെ കമ്മീഷനിൽ അംഗങ്ങളായി ഉൾപ്പെടുത്തി. അന്നേരം കമ്മീഷനിലെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായിട്ട് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി വർഗ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ, ഭിന്നശേഷി വ്യക്തികൾക്കായുള്ള ചീഫ് കമ്മീഷണർ എന്നിവരെ അംഗങ്ങളായിട്ട് ഉൾപ്പെടുത്തി. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, അത് അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഇതെല്ലാം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥൻ അത് സെക്രട്ടറി ജനറലാണ്. അതിൻ്റെ ആൻസർ സെക്രട്ടറി ജനറലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ, ഒന്ന് പ്രധാനമന്ത്രി ചെയർപേഴ്സണായ കമ്മിറ്റിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് പ്രധാനമന്ത്രി ചെയർമാനായ കമ്മിറ്റിയാണ്. അതിൽ ആരൊക്കെ വരും? ലോക്സഭാ സ്പീക്കർ വരും, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരും, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വരും, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് വരും, രാജ്യസഭാ ഉപാധ്യക്ഷൻ വരും. അന്നേരം ദേശീയ
മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. പക്ഷേ ഇവരെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ആരൊക്കെ വരും? പ്രധാനമന്ത്രി ചെയർമാനായ കമ്മിറ്റിയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. അതിൽ ലോക്സഭാ സ്പീക്കർ വരും, കേന്ദ്ര ആഭ്യന്തര മന്ത്രി വരും, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വരും, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് വരും. എന്നാൽ രാജ്യസഭയുടെ ഉപാധ്യക്ഷനും വരും. രാജ്യസഭയുടെ ഉപാധ്യക്ഷനാണ് വരുന്നത്. ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷേ പ്രധാനമന്ത്രി അധ്യക്ഷനായ കമ്മിറ്റിയുടെ ശുപാർശയാണ്. ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ചെയർപേഴ്സണും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെ അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 2019 ഭേദഗതിയിലൂടെ അവർ പുനർനിയമനത്തിന് അർഹരാണ്. പക്ഷേ 70 വയസ്സ് കഴിയാൻ പാടില്ല. 2019 ഭേദഗതിക്ക് മുൻപ് ഇവരുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സെക്ഷൻ 20 കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സെക്ഷൻ 20 കമ്മീഷൻ കേന്ദ്ര സർക്കാരിനും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനും വാർഷികവും പ്രത്യേകവുമായ റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടതാണ്. അന്നേരം കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ്. അത് അസിസ്റ്റൻ്റ് പ്രിസൺ ഓഫീസർക്ക് PSC ചോദിച്ച ചോദ്യമാണ്. കമ്മീഷൻ്റെ വാർഷിക റിപ്പോർട്ടുകളും പ്രത്യേക റിപ്പോർട്ടുകളും സമർപ്പിക്കുന്നത് ആർക്കാണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 5 നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോ സംസ്ഥാനത്തും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാപ്റ്റർ അധ്യായം 5. അധ്യായം 5 സെക്ഷൻ 21 മുതൽ 29 വരെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 ഇത് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്ക് PSC ചോദിച്ച ചോദ്യമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1998 ഡിസംബർ 11 ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. ആദ്യ കമ്മീഷനിലെ അംഗങ്ങൾ ഡോക്ടർ ബലരാമൻ, TK വിൽസൺ എന്നിവരാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 21 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ. ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം അംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ജഡ്ജിയോ 7 വർഷം ജില്ലാ ജഡ്ജിയായി പ്രവർത്തിച്ച ഒരാളോ ഒക്കെ ആയിരിക്കണം ഒരംഗം. മറ്റൊരംഗം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് പ്രായോഗിക പരിചയമുള്ള ഒരാളായിരിക്കണം മറ്റൊരംഗം. ഭരണഘടനയുടെ 7ാം പട്ടികയിലെ ലിസ്റ്റ് 2, ലിസ്റ്റ് 3, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ കഴിയൂ. അതായത് യൂണിലിസ്റ്റിൽ ഒഴികെ സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് അന്വേഷിക്കാൻ കഴിയൂ. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുണ്ട്. ഗവർണറാണ് അവരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. പക്ഷെ അവരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ചെയർപേഴ്സൺ. നിയമസഭാ സ്പീക്കർ ഉണ്ടാവും. സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഉണ്ടാവും. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും. അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്.
പക്ഷേ മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ നിയമിക്കുന്നത്. അന്നേരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്ന സമിതിയിൽ ആരൊക്കെ അംഗങ്ങളാണ്? മുഖ്യമന്ത്രി ചെയർമാനാണ്, നിയമസഭാ സ്പീക്കറുണ്ട്, സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുണ്ട്, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. ഇത് PSC ചോദ്യമാണ്. കൂടാതെ ഒരു സംസ്ഥാനത്തിന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടെങ്കിൽ ആ സമിതിയുടെ ചെയർമാനും ആ സമിതിയുടെ പ്രതിപക്ഷ നേതാവും കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. ഇപ്പോൾ കേരളത്തിലൊന്നും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. ഇന്ത്യയിൽ 6 സംസ്ഥാനങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തെലുങ്കാന, ആന്ധ്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള സംസ്ഥാനങ്ങൾക്ക് ആ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ചെയർമാനും ആ സമിതിയുടെ പ്രതിപക്ഷ നേതാവും കൂടെ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. എന്നാൽ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷം അല്ലാതെ ഒരു ഹൈക്കോടതിയിൽ സിറ്റിംഗ് ജില്ലാ ജഡ്ജിയോ നിയമിക്കാൻ പാടുള്ളതല്ല. ഒരുപക്ഷെ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കാം. പക്ഷേ നിലവിലുള്ള ജഡ്ജിയെ നിയമിക്കണമെങ്കിൽ ആ സംസ്ഥാനത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചന നടത്തിയതിന് ശേഷം മാത്രമേ കഴിയുകയുള്ളൂ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, ഒരു സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ, മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരം. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്ക്. പക്ഷേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. വേണമെങ്കിൽ ചോദിക്കാം, നിലവിലെ കേരളത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാര്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. അതുകൂടാതെ K. ബൈജുനാഥും ഗീതാ വിയും നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളാണ്. K. ബൈജുനാഥും ഗീതാ വിയും കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ നിലവിലെ അംഗങ്ങളാണ്. എന്നാൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. K. ബൈജുനാഥും ഗീതാ വിയും കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ മറ്റംഗങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ടോപ്പിക്ക് തീർക്കാൻ വേണ്ടി വളരെ ഇച്ചിരി ഫാസ്റ്റായിട്ട് പോയി. കാര്യം നിങ്ങൾക്ക് ഒറ്റത്തവണ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത്രയും കേട്ടതിന് ശേഷം ഇതുവരെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്ക് വന്നിട്ടുള്ള PSC ചോദ്യം കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ചെയ്യാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയും ടോപ്പിക്ക് ഒരു ആത്മവിശ്വാസമാവും. വീണ്ടും ഈ വീഡിയോ കേൾക്കണം, അപ്പോഴത്തേക്ക് നല്ല ക്ലിയർ ആയിരിക്കും. ഓക്കെ, അന്നേരം നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അന്നേരം നമ്മൾക്ക് ഇനി അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്ക് ഇതുവരെ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഏതാണ്ട് 22-23ഓളം ചോദ്യങ്ങളാണ് 23-ലും 24-ലും 25-ലുമായിട്ട് ചോദിച്ചത്. ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താം. ഇത് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ്. ഓരോ ടോപ്പിക്ക് എടുക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട PSC ചോദ്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഓരോ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ജൂൺ 21, ഓപ്ഷൻ ബി ഡിസംബർ 10, ഓപ്ഷൻ സി നവംബർ 26, ഓപ്ഷൻ ഡി ഡിസംബർ 1. നമുക്കറിയാം സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. രണ്ടാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ഓപ്ഷൻ എ 3 വർഷം, ഓപ്ഷൻ ബി 2 വർഷം, ഓപ്ഷൻ സി 5 വർഷം, ഓപ്ഷൻ ഡി 4 വർഷം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ചെയർപേഴ്സൻ്റെ ഔദ്യോഗിക കാലാവധി ഓപ്ഷൻ എ 3 വർഷം. 3 വർഷമാണ്. അടുത്ത ചോദ്യം, കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ
മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 48 മണിക്കൂർ, ഓപ്ഷൻ ബി 24 മണിക്കൂർ, ഓപ്ഷൻ സി 12 മണിക്കൂർ, ഓപ്ഷൻ സി 72 മണിക്കൂർ. ആൻസർ 24 മണിക്കൂർ. 24 മണിക്കൂർ. അടുത്ത ചോദ്യം, മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനോ വിചാരണ നടത്തുവാൻ പാടില്ല. അതായത് ഒരു കേസ്, ഒരു സംഭവം നടന്നിട്ട് ആ സംഭവം നടന്നതിന് ശേഷം ആ തീയതി മുതൽ ഇത്ര വർഷം വരെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോ വിചാരണ നടത്താൻ പാടില്ല. അതിൻ്റെ കാലയളവ് 1 വർഷമാണ്. ഓപ്ഷൻ എ 1 വർഷം, ഓപ്ഷൻ ബി 3 വർഷം, ഓപ്ഷൻ സി 2 വർഷം, ഓപ്ഷൻ ഡി 4 വർഷം. അതിൻ്റെ കാലയളവ് 1 വർഷമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, നെൽസൺ മണ്ടേല റൂൾ എന്നിപ്പോൾ അറിയപ്പെടുന്ന പ്രമാണമേത്? നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണമേത്? പ്രമാണം ഓപ്ഷൻ എ 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ്, ഓപ്ഷൻ ബി ICCPR, ഓപ്ഷൻ സി ICESCR, ഓപ്ഷൻ ഡി UDHR. UDHR എന്ന് വെച്ചാൽ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ വിളിക്കുന്ന പേരാണ്. ആൻസർ നെൽസൺ മണ്ടേല റൂൾ എന്നറിയപ്പെടുന്നത് 55 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രിസണേഴ്സ്. അത് 2015 നെൽസൺ മണ്ടേല റൂൾ എന്നതിന് പേര് കൊടുത്തത്. ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്ന ഒരു ചോദ്യമാണ്. വീണ്ടും അടുത്ത PSC ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തതേതാണ്? മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തതേതാണ്? ഓപ്ഷൻ എ ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്, ഓപ്ഷൻ ബി ഏതെങ്കിലും ആളെ സമൻസ് ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത്, ഓപ്ഷൻ സി ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കുവാനും ആവശ്യപ്പെടുന്നത്, ഓപ്ഷൻ ഡി ഏതെങ്കിലും ഓഫീസിൽ നിന്ന് ഏതെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. 7ാമത്തെ PSC ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തതാരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തതാരാണ്? ഓപ്ഷൻ എ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി, ഓപ്ഷൻ ബി ഒരു ഹൈക്കോടതിയിൽ ജഡ്ജി ആയിരിക്കുന്നതോ ആയ വ്യക്തി, ഓപ്ഷൻ സി കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരു വ്യക്തി, ഓപ്ഷൻ ഡി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളിൽ പെടാത്തത് സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തിയാണ്. അന്നേരം നമ്മൾ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലയളവ് കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ വിചാരണ നടത്തുവാൻ പാടില്ല? ഇപ്പം തന്നെ 2 തവണ ഈ ചോദ്യം PSC പരീക്ഷയ്ക്ക് വന്നു അല്ലേ? നമുക്കറിയാം, ഒരു സംഭവം നടന്നതിന് ശേഷം 1 വർഷം കഴിഞ്ഞ് ഒരു കേസുകളിലും കമ്മീഷൻ വിചാരണ നടത്താൻ പാടില്ല. ഓപ്ഷൻ എ 6 മാസം, ഓപ്ഷൻ ബി 2 വർഷം, ഓപ്ഷൻ സി 1 വർഷം, ഓപ്ഷൻ ഡി കാലാവധിയില്ല 1 വർഷം. 1 വർഷം അല്ലേ? കാര്യം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സംഭവിച്ച തീയതി മുതൽ 1 വർഷം കഴിഞ്ഞ കേസുകളൊന്നും മനുഷ്യാവകാശ കമ്മീഷൻ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ആൻസർ 1 വർഷം. 9ാമത്തെ ചോദ്യം, മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയമിക്കേണ്ടത്? അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയമിക്കേണ്ടത്? ഓപ്ഷൻ എ DGP, ഓപ്ഷൻ ബി ADGP, ഓപ്ഷൻ സി DIG, ഓപ്ഷൻ ഡി IG. അന്നേരം കാര്യക്ഷമമായ നിർവഹണത്തിന് IG റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ. ആൻസർ ഓപ്ഷൻ ഡി IG ആണ്. അന്നേരം നമ്മൾ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 10ാമത്തെ ചോദ്യം ഇതാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ട കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി താഴെ പറയുന്നവരിൽ ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്, പക്ഷെ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ആ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ അംഗമില്ലാത്ത വ്യക്തി ആരാണെന്ന ചോദ്യം. ഒന്നുകൂടെ ചോദ്യം നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ട കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി
താഴെ പറയുന്നവയിൽ ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി, ഓപ്ഷൻ ബി പ്രതിപക്ഷ നേതാവ്, ഓപ്ഷൻ സി നിയമമന്ത്രി, ഓപ്ഷൻ ഡി നിയമസഭാ സ്പീക്കർ. ഓപ്ഷൻ ഡി നിയമസഭാ സ്പീക്കർ. ആൻസർ നിയമമന്ത്രിയാണ്. ആൻസർ നിയമമന്ത്രിയാണ്. എന്നാൽ അടുത്ത ചോദ്യം, 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നതാര്? 93 നിയമപ്രകാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. 93 നിയമപ്രകാരം 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷത പദവി വഹിക്കുന്നത് ആര്? ഓപ്ഷൻ എ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ബി സുപ്രീം കോടതി ജഡ്ജി, ഓപ്ഷൻ സി ഏതെങ്കിലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ഡി ഹൈക്കോടതി ജഡ്ജ്. 93 നിയമപ്രകാരം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിന് മാത്രമേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷത പദവി വഹിക്കുവാൻ കഴിയുകയായിരുന്നുള്ളൂ. ആൻസർ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആണ്. അടുത്ത 12ാമത്തെ ചോദ്യം, 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഓപ്ഷൻ ബി ആണ്, വകുപ്പ് 21C ആണ്. 13ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഓപ്ഷൻ ഡി പ്രധാനമന്ത്രി. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത് എന്നാണ് PSC ചോദ്യം. ആൻസർ ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. അടുത്ത PSC ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? ഓപ്ഷൻ എ മാഗ്ന കാർട്ട, ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക, ഓപ്ഷൻ സി ഇന്ത്യൻ ഭരണഘടന, ഓപ്ഷൻ ഡി UN ചാർട്ടർ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ചോദിച്ചാൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക ഏതാണ്ട് 500-ലേറെ ഭാഷകളിൽ ഇത് വിവർത്തനം ചെയ്യപ്പെട്ടു. പക്ഷേ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ് ബൈബിള്. പക്ഷേ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ചോദിച്ചാൽ ഓപ്ഷൻ ബി അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. 15ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്. ഓപ്ഷൻ ബി 3 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയില്ല. ഓപ്ഷൻ സി 5 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയുണ്ട്. ഓപ്ഷൻ ഡി 5 വർഷ കാലയളവ് പുനർനിയമന യോഗ്യതയില്ല. ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയൊക്കെ മെമ്പർമാരുടെ കാലാവധി 3 വർഷ കാലയളവ് പുനർനിയമനത്തിന് യോഗ്യതയുണ്ട്. ആൻസർ ഓപ്ഷൻ എ ആണ് ശരി. 3 വർഷ കാലയളവ് പുനർനിയമനത്തിന് യോഗ്യതയുണ്ട്. 16ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നവർ ആരൊക്കെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവുന്നത് ആരൊക്കെയാണ്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി. ശരിയാണല്ലോ, പ്രധാനമന്ത്രി ചെയർമാനായ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്യുന്നത്. ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് അവരെ നിയമിക്കുന്നത്. ഓപ്ഷൻ സി കേന്ദ്ര നിയമമന്ത്രി ഇല്ല. ഓപ്ഷൻ ഡി കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ആൻസർ 1, 2, 4 ശരി. 1, 2, 4 ശരി. ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരി. അടുത്ത ചോദ്യം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഓപ്ഷൻ എ അംഗങ്ങളുടെ കാലാവധി 5 വർഷം. നമുക്കറിയാം ഇപ്പം 3 വർഷമല്ലേ. ഓപ്ഷൻ ബി കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. അല്ല, നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഓപ്ഷൻ സി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. അത് ശരിയാണ്. ഓപ്ഷൻ ഡി അംഗങ്ങൾക്ക് പുനർനിയമനത്തിന് അർഹതയില്ല. എന്നാൽ ഇതിനകത്ത് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ്. അന്നേരം ഓപ്ഷൻ ബി ആണ് ആൻസർ. 3 മാത്രം ശരി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? കേരളത്തിൽ. അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ്
PSC ചോദ്യം. ഓപ്ഷൻ എ ഒക്ടോബർ 13, 1998. ഓപ്ഷൻ ബി ഡിസംബർ 15, 98. ഓപ്ഷൻ സി ഒക്ടോബർ 12, 93. ഓപ്ഷൻ ഡി 11 ഡിസംബർ 1998. കേരളത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. ഓപ്ഷൻ ഡി ആണ് ശരി. 19. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന്. 1993 നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. 20ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി, ഓപ്ഷൻ ബി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. ഓപ്ഷൻ എ ആണ് ശരി. 21ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻ എ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ഓപ്ഷൻ ബി കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി, ഓപ്ഷൻ സി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ഓപ്ഷൻ ഡി ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. ആൻസർ കേന്ദ്ര നിയമമന്ത്രിയാണ്. 22ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷേ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ഓപ്ഷൻ എ ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ബി ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, ഓപ്ഷൻ സി പ്രധാനമന്ത്രി, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. ആൻസർ സി ഓപ്ഷൻ സി പ്രധാനമന്ത്രി. ഓപ്ഷൻ സി പ്രധാനമന്ത്രി. 23ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, ചെയർമാൻ അല്ല ചോദിച്ചിരിക്കുന്നത്. കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് വെച്ചാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ്. കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആൻസർ ഓപ്ഷൻ എ സെക്രട്ടറി ജനറലാണ്. കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്രട്ടറി ജനറലാണ്. എന്നാൽ ഇതുവരെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിലെ മനുഷ്യാവകാശം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങളാണ് PSC ചോദിച്ചിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട 23 ചോദ്യങ്ങളാണ്, PSC ചോദ്യം തന്നെയാണ്, 23 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്ക് മാത്രമല്ല, എല്ലാ പരീക്ഷയിലും ഇതേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. അന്നേരം 23 ചോദ്യങ്ങളും നിങ്ങൾ പഠിക്കുക. ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടാം, അല്ലെങ്കിൽ മറ്റു പരീക്ഷകളിലത് ചോദിക്കാം. അന്നേരം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.